അങ്ങോട്ടുള്ളതിന് ദേവസ്വംകാർക്ക് കണക്ക് കീറുകൃത്യ, ഇങ്ങോട്ടുള്ളതിന് നന്ന പിശുക്കും. വഴിപാടുകൾക്ക് മുഴുവൻ ചീട്ട് നിർബന്ധം, ദേവസ്വം കാര്യം മുഴുവൻ അബദ്ധത്തിലും. ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലം ഇതിലേതാ ഇനി കുറക്കാൻ ബാക്കി? നിവേദ്യത്തിന് ഉപസ്തരണം തൊട്ട് ഊണരി വരെ കുറച്ചു. ആരാ ചോദിക്കാൻ? മുമ്പൊക്കെ ദേവസ്വംകാർക്ക് ബ്രഹ്മസത്തിനോട് ഇത്തിരി ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് പൂണൂക്കാരോട് അശത്രുത മുഴുവൻ. ഇക്കൂട്ടത്തില് താൻ ഇനി എന്തിനാടോ കിടന്ന് പെരങ്ങണത്? തനിക്ക് മറ്റെന്തെങ്കിലും ഒരു ജോലി? ഓയ്ക്കിന് എന്തറിഞ്ഞ ഈ പറയണ? ശ്രമിക്കാഞ്ഞിട്ടല്ല, കിട്ടണ്ടേ? ഒരുവിധം നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ കടകൊള്ളി തള്ളാൻ നിൽക്കില്ല. മഹാകഷ്ടാണ് കേട്ടോ. തന്റെ ജാതകർമ്മവും ഉപനയനവും നടന്ന തറവാടല്ലേ ഇത്? കേസും കൂട്ടൊക്കെ എന്തോ ആട്ടെ, ഈ നടപടിയും ആൽത്തറയും ഒന്ന് കൊത്തിക്കോരി വെടിപ്പാക്കി ദേവർക്കൊരു അന്തിത്തിരി വെളുത്തിക്കൂടെ തനിക്ക്? ഞാനത് ചെയ്താൽ കേസ് ക്രിമിനലാവും. ഞങ്ങൾ ഇതിനകത്ത് കയറുന്നത് വിലക്കിരിക്കുക റിസീവർ. അകത്ത് തേവാരവും അന്ത്യ നമസ്കാരവും വരെ മുടങ്ങി. ഈശ്വരോ രക്ഷതു. സുഹൃതക്ഷയം സുഹൃതക്ഷയം. ഇന്നെന്താ ഇത്ര കുറച്ച്? നമ്മളെന്തിനെ ദൈവങ്ങൾക്കും ദാരിദ്ര്യ. ദേവസ്വം ബോർഡുകാര് റേഷൻ ഏർപ്പെടുത്തിരിക്കുക എല്ലാറ്റിനും. ആ, നീ ഇരുന്നോളൂ. ഞാൻ കഴിച്ചു. കളവ് പറയണ്ട കുട്ടിയെ, ഉള്ളത് നമുക്ക് കഴിക്കാം. ഏട്ടനൊന്ന് വരൂ. കാലത്ത് ഗോവിന്ദൻ നായർ വന്നിരുന്നു. എന്താ കാര്യം? വലിയ ഇല്ലം നടത്തിയെടുക്കാൻ തന്നെ അത്ര ആറുമുഖന്റെ പുറപ്പാട്. പിന്നെ ഒരുട്ടൊക്കെ പറഞ്ഞു അയാള്. അത് കേട്ട് തരിച്ചിരിപ്പ അച്ഛൻ. കണ്ടില്ലേ? എന്താ അച്ഛാ കേൾക്കണത്? അറുമുഖൻ നമ്മുടെ കേസ് കൊണ്ട് ഗുണമില്ലാന്ന് വെച്ചിട്ടാവും എല്ലാരും അവരവരുടെ അവകാശം അറുമുഖന് തന്നെ വിറ്റു. എന്റെ അപ്പൻ വാസ്തവനും കൊടുത്തുന്നാ കേട്ടത്. നമ്മളാർക്കും വിറ്റില്ലല്ലോ. നമുക്ക് എന്താടോ വില? കാരണവസ്ഥാനത്തിരുന്നു കൊണ്ട് കുടുംബത്തിന്റെ യോഗക്ഷേമം നോക്കിയേ ഞാൻ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഹടമെന്ന് മുട്ടിയപ്പോ എല്ലാവർക്കും ശത്രു ഞാനായി. എന്താ വച്ച ആയിക്കോട്ടെ, പൊളിക്കുകയോ വിൽക്കുകയോ ഇല്ല. പരദൈവം കുടിയിരിക്കണം നമ്മുടെ പടിഞ്ഞേറ്റിയിൽ അന്യനെ കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. എടോ, നിത്യവൃത്തിക്ക് അമ്പലത്തിലെ പടച്ചോറ് കണ്ടു കഴിയുന്ന താൻ കൂട്ടിയാൽ എന്ത് കൂട്ടും? സർവസ്വം ഹോമിച്ചുണ്ടാക്കിയ പണം കോടതി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, വിധിയാവട്ടെ. അതിനു മുമ്പ് ആര് വിറ്റാലും നടക്കില്ല. ഇല്ലത്തിന് എനിക്കുണ്ടോ ഒരു അവകാശം? അതിന് താനിവിടെ കിടന്ന് കണ്ടക്ഷോഭം കേട്ട് കാര്യമില്ല. അറുമുഖനെ ഞാൻ മുഖാവിനൊന്ന് കാണട്ടെ. അറുമുഖനെ അല്ല, ഇതിനെല്ലാം വഴിവെച്ച് ഇവിടുത്തെ കാര്യസ്ഥനുണ്ടല്ലോ, അയാളാണ് ആദ്യം കാണേണ്ടത്. ആ ഗോവിന്ദൻ നായരെ. എന്നെ കണ്ടതുകൊണ്ട് ഒരു പുണ്യമില്ല. അറുമുഖൻ ഒരു മൂർഖനാ. ഞാൻ പലതവണ പറഞ്ഞു നോക്കി രാജിയാവാൻ. അവൻ വഴങ്ങില്ല. വഴങ്ങില്ല. നമ്പൂരിയാരുടെ വിഡ്ഢിത്തം മറ്റുള്ളവർക്കില്ല. കൂടെ നിന്ന് ചതിക്കുന്നവരെ അറുമുഖൻ അറിയും. ഇവിടുന്ന് എന്താണാവോ പറഞ്ഞു വരുന്നത്? ഇയാളുടെ കാര്യസ്ഥ പണിയുടെ മിടുക്ക്. എന്റെ തറവാടടക്കം വിറ്റുമുടിക്കാൻ കിട്ടിയ കാശിന് ഒറ്റിക്കൊടുത്ത് ഇയാളുടെ ചെറ്റത്തരം. തിരുമേനി, നിങ്ങളുടെ തറവാട് മുടിച്ചത് ഞാനല്ല. ഓത്തൂട്ടും കഥകളിയും ആനക്കമ്പുമായി മുറുക്കിത്തുപ്പി നടന്നിരുന്നില്ലേ മനക്കിലെ കാരണവന്മാര്? നാടൊട്ടുക്ക് മൊളിസേവയും സംബന്ധമായിട്ട്. ഗോവിന്ദൻ നായരെ, മുഷിയണ്ട. കുടിയാന്മാര് വാരവും പാട്ട് വളക്കാതിരുന്നിട്ടും നിർത്തിയോ നിങ്ങളുടെ തകൃതി? മുടിഞ്ഞതെങ്ങനെയാ? മുച്ചൂടും. അത് എന്റെ കുറ്റമല്ല. അല്ല, തന്റെ സാമർഥ്യം. അതുകൊണ്ടാണല്ലോ പറമ്പും നിലവും മലബാരവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഇരിക്കുന്നിടം വരെ കോടതി വിധി കാത്തു കിടക്കുമ്പോൾ തനിക്ക് ഈ മാളികയെ താമസിക്കാൻ കഴിഞ്ഞ്. എന്റെ മാളികയെ പറ്റി പറയണ്ട. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. എന്റെ അധ്വാനഹേ. ഇല്ലത്തെ കാര്യസ്ഥ പണിയല്ല തനിക്ക് മറ്റെന്തായിരുന്നു ജോലി? വേറെ എന്തായിരുന്നു വരായിക? അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഇറങ്ങി പോകണ്ടോ നിങ്ങൾ? അച്ഛാ, ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് അറുമുഖനെ കാണണം. ഇല്ലത്തെ തൂമ്പും തിരുളും അടക്കം നുള്ളിയെടുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചപ്പം കൂടെ നിന്ന ആളല്ലേ. ഇനി അതിന്റെ തായ്വേര് തോണ്ടുമ്പോഴും കാര്യസ്ഥം കൂടെ വേണം. താൻ കൂടെ വന്നേ. ഇല്ല, ഞാൻ വരില്ല. അങ്ങാടി തോറ്റ അമ്മയുടെ നേരെ എന്നോട് വേണ്ട. അയ്യോ,
വിശ്വ, ഹലോ ദേവൻ. തന്റെ അച്ഛനല്ലേ ഇവിടെ? ഇല്ല, അച്ഛൻ പുറത്തു പോയി. വാടോ ഇരിക്ക്. ഇല്ല. എവിടെ പോയത് അച്ഛൻ? ഇവിടെ വയലിലേക്കാവും. അറുപത് തമ്പുരാൻ കണ്ട അതിന്റെ കൊടിയും കമ്പൊക്കെ വലിച്ചെറിയും. ഇല്ല ചാ, ഒരു തമ്പ്രാനും ഈ കൊടി വലിച്ചെറിയില്ല. സംസ്ഥാന സമ്മേളനം കഴിയുന്നത് വരെ ഈ കൊടി ഇവിടെ പാറും. വാരം അതിഞ്ഞുണ്ട്. അപ്പുറത്ത് വേറെ പണിയുണ്ട്. തിരുമേനിയോ? ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്താ കാര്യം? ഇന്ന് വൈകിട്ട് എന്തായാലും മിസ്റ്റർ ദേവൻ ക്ലബിലൊന്ന് വരണം. ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ഞാൻ അറുമുഖനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ, വീട്ടിൽ കണ്ടില്ല. എന്താ കാര്യം? ഈ കാണുന്ന ഭൂസ്വത്തുക്കൾ പിടിച്ചടക്കിയത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ വല്യെല്ലാം കൂടെ കയറാൻ പോവാത്രേ. അവൻ ഇങ്ങോട്ട് വന്നോ? കുറച്ചു നേരത്തെ കാറിൽ ഇങ്ങോട്ട് പോകുന്നത് കണ്ടു. കോവിലകത്തേക്കാവും. അവിടെയായപ്പോ പുള്ളിക്കാരന്റെ അടയിരിപ്പ് തമ്പുരാട്ടിക്ക്. എടോ ആറുമുഖോ, താനിപ്പോ വലിയ ആളായിപ്പോയി അല്ലേ? പോലീസും പട്ടാളവും ഒക്കെ നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. എന്നാലും കേസ് കഴിയുന്നതിന് മുമ്പ് എന്റെ വല്യയില്ലാത്ത കാലെടുത്ത് വെച്ചാ നിന്റെ കാല് ഞാൻ വെട്ടും. കഴുമരത്തിൽ കയറിയാലും ശരി, നിന്റെ കഥ ഞാൻ കഴിക്കും. അപ്പോ താൻ എന്ത് കൊണാപ്പിയാടോ വായിക്കുന്നത്? ആറ്റ് നോറ്റ് നട്ട് നനച്ചുണ്ടാക്കിയ വാഴ അത് കൊലച്ച് മൂത്ത് പഴുക്കാറായപ്പോ അത് വെട്ടി തന്റെ മനയിലെത്തിക്കാൻ പറഞ്ഞ ക്രൂരനായ നമ്പൂതിരി ജന്മിയുടെ ആജ്ഞ അനുസരിക്കേണ്ടി വന്ന പുലയന്റെ വേദന, പഴം തിന്നാൻ മോഹിച്ച പുലയക്കിടാങ്ങളുടെ മോഹഭംഗം, ഇത് രണ്ടും ചേർന്ന കടുത്ത ദുഃഖമാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടത്. മനസ്സിലായോ? എവിടുന്ന് മനസ്സിലായി? എന്ത് മനസ്സിലായി? എത്ര പ്രാവശ്യം പറഞ്ഞു? ശരി കേൾക്ക്. താനെന്തോ ട്രാഫിക് പോലീസിനെ പോലെ വെക്കുന്നത്? ഒരു നിഷേധം വരട്ടെ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ഒരു സീറ്റ് എടുക്കട്ടെ. എടുത്തു. പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ തിരുമേനി, ഒരു ചെറിയ സഹായം. എന്താ? ഇതില് ജന്മിയായിട്ടൊന്ന് നിന്നു തരാമോ? ഡയലോഗില്ല, പിൻപാട്ടാ. ഏയ്, ഞാനില്ല. അതെന്താടോ? ജന്മിയായിട്ട് വേഷം കെട്ടാൻ തന്നെ പോലെ വേറെ ആള് ഈ ദേശത്തില്ല. ഉണ്ട്. തന്റെ അച്ഛൻ അറുമുഖം മുതലാളി. കൊറ്റിനരിയില്ലാത്ത നമ്പൂതിരിമാര് നിങ്ങൾക്ക് ഇപ്പോഴും വർഗശത്രുക്കളാണ്. അയ്യോ, ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചില്ല. വിപ്ലവമാവും ഉദ്ദേശം. ഇടോ, 10 സ്റ്റാൻഡേർഡ് ഏക്കർ കവിഞ്ഞാൽ തരിശും പാടവും തെങ്ങും തോപ്പും ഒക്കെ സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും. ആയിരക്കണക്കിന് ഏക്കർ റബ്ബറും ചായയും കാപ്പിത്തോട്ടവും ഉള്ളവന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ ഷണ്ടന്മാർ ശിങ്കടി പാടും. അക്കാര്യത്തിൽ ഇടതും വലതും നടുവും ഒക്കെ ഒരുവലല്ലേ? ചങ്ങമ്പുഴയുടെ വാഴക്കുലയൊക്കെ പഴയ തീമാണിടവും. ഇപ്പൊ നമ്പൂതിരിമാരുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. അല്ല, തിരുമേനി ചൂടാവാതെ. ഞാൻ തന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ, വെറുതെ. പണ്ടത്തെ പോലെ പാട്ടും കളിക്കൊന്നും എനിക്കിപ്പോ സമയമില്ല, മനസ്സുമില്ല.